back to my channel. ഇന്നും PSC ചോദിച്ച കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം വൈക്കം. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം വൈക്കം. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത്? ഉത്തരം 2023. PYQ ക്വസ്റ്റ്യനാണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത്? ഉത്തരം 2023. അടുത്ത ചോദ്യം, സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? ഉത്തരം 5 ലക്ഷം. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? 5 ലക്ഷം. അടുത്ത ചോദ്യം ഒരു PYQ ആണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഉത്തരം കൊല്ലം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഉത്തരം കൊല്ലം. അടുത്ത ചോദ്യം, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? ഉത്തരം നെയ്യാറ്റിൻകര. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഉത്തരം നെയ്യാറ്റിൻകര. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി? ഉത്തരം K. കൃഷ്ണൻകുട്ടി. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? ഉത്തരം V. അബ്ദുറഹ്മാൻ. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഹാൻ കാങ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഹാൻ കാങ്. അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം? ഉത്തരം പശ്ചിമ ബംഗാൾ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം? ഉത്തരം പശ്ചിമ ബംഗാൾ. അടുത്ത ചോദ്യം, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം? ഉത്തരം പ്രിയങ്ക. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം പ്രിയങ്ക. അടുത്ത ചോദ്യം, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? ഉത്തരം NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. അടുത്ത ചോദ്യം, സ്റ്റെപ്പ് ഇറ്റ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 20 yards ഇത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം സയ്യിദ് കിർമാനി. സ്റ്റെപ്പ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 yards ഇത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം സയ്യിദ് കിർമാനി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ നിലവിലെ GST നിരക്കുകൾ ഏതാണ്? 0%, 5%, 12%, 18%, 28%. ഇന്ത്യയിലെ നിലവിലെ GST നിരക്കുകൾ 0%, 5%, 12%, 18%, 28%. അടുത്തത്, ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നമായ ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോം ഏതാണ്? ഉത്തരം ഇ-നാം. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളായി ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോം ഇ-നാം. അടുത്ത ചോദ്യം, 2025 ജനുവരിയിൽ സ്ഥിരം ഗ്രാമന്യായാലയ ഗ്രാമകോടതി അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലം ഏത്? വാമനപുരം. ഉത്തരം വാമനപുരം. 2025 ജനുവരിയിൽ സ്ഥിരം ഗ്രാമന്യായാലയ ഗ്രാമകോടതി അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലം ഏത്? ഉത്തരം വാമനപുരം. അടുത്ത ചോദ്യം, 2023 ആരംഭിച്ച കേരള സർക്കാർ സംരംഭമായ വിവ പ്രോജക്റ്റ്
ഏത് രോഗത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ചികിത്സയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ഉത്തരം വിളർച്ച. വിവ പ്രോജക്റ്റ് 2023 ആരംഭിച്ച കേരള സർക്കാരിൻ്റെ സംരംഭമായ വിവ പ്രോജക്റ്റ് ഏത് രോഗത്തിൻ്റെ പ്രതിരോധത്തിലും ചികിത്സയിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ഉത്തരം വിളർച്ച. അടുത്തത് 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാങ്കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയേത്? ഉത്തരം വരുന്നത് സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. ശരിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. ശരിയാണ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഉത്തരം വരുന്നത് എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ഡി വിനയചന്ദ്രനാണ്. അത് തെറ്റാണ്. ശരി, എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ. കേരള ജ്യോതി പുരസ്കാരം MK സാനു. 2023 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് PN ഗോപികൃഷ്ണനാണ്. അടുത്ത ചോദ്യം, 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ. S സോമനാഥ് ഭുവനേശ്വരി. S സോമനാഥ് ഭുവനേശ്വരിയാണ് 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഉത്തരം പാലക്കാട് ചേലക്കര. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഉത്തരം പാലക്കാട് ചേലക്കര. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി. ഉത്തരം റോഷി അഗസ്റ്റിൻ. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി. ഉത്തരം റോഷി അഗസ്റ്റിൻ. അടുത്ത ചോദ്യം, 2024 ബ്രിക്സ് ഉച്ചകോടി സമ്മേളനം നടന്നത് എവിടെ? ഉത്തരം റഷ്യ. താങ്ക് യു.